الحمد لله الذي فاطر السماوات والأرض، الذي خلقنا وسوانا ورزقنا، الذي أنزل من السماء ماء. الحمد لله الذي بنعمته تتم الصالحات، وبمنه وبفضله تتنزل الخيرات والبركات. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا. صدق الله العلي العظيم. فيا عباد الله، أوصيكم إياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾ, സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവനെ ഭയപ്പെട്ട് സമ്പൂർണമായി അവൻ കീഴൊതുങ്ങി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി മാറണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. സർവശക്തൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേപോലെ സന്തോഷത്തോടുകൂടി കുടുംബസമേതം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കവി അഹ്മദ് അശ്ശൗഖി അദ്ദേഹം തൻ്റെ വിഖ്യാതമായ കവിത ആരംഭിക്കുന്നത് അമ്മക്കുരുവിയും ആ കുരുവിയുടെ കുഞ്ഞും തമ്മിൽ നടക്കുന്നൊരു സംഭാഷണമാണ്. അമ്മ തൻ്റെ കുഞ്ഞിന് പറക്കാൻ പഠിപ്പിക്കുന്ന രംഗമാണ് ഈ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്. അമ്മക്കിളി പറയാണ്, യാ ജമാലൽ അർശ്, യാ ജമാലൽ അർശ് ലാ തഅ്തമിദ് അലൽ ജനാഹിൽ ഹശ്. ഭംഗിയുള്ള കുഞ്ഞിക്കിളിയെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പറക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിന്റെ ചിറകിനെ മാത്രം അവലംബിക്കരുത്. കാരണം നീ ചെറിയ കുഞ്ഞാണ്.
വഖിഫ് അലാ ഔദിൻ ബിജംബി ഔദ്. ഓരോ ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് ചാടി സാവധാനം വേണം പറക്കാൻ പഠിക്കുവാൻ. വഫ്അൽ കമാ അഫ്അലു മിനസ് സുഊദ്. ഞാൻ എപ്രകാരമാണോ ഉയരുന്നത് അതേപോലെ എന്നെ നിരീക്ഷിച്ചു ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നീയും ചെയ്യണം. ഫന്തഖലത് മിൻ ഫനൻ ഇലാ ഫനൻ വജഅൽതു ലികുല്ലി നഖലത്തിൻ സമൻ. അങ്ങനെ അമ്മക്കിളി ഓരോ ചില്ലയിൽ നിന്ന് സമയമെടുത്ത് സൂക്ഷ്മമായി അടുത്ത ചില്ലയ്ക്ക് കയറി ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. കൈ യസ്തരീഹൽ ഫർഖു മിനൽ അസ്ലാ ഫലാ യമില്ലു സഖൽ ഹവാ ലകിന്നഹു ഖദ് ഖാലഫൽ ഇശാറ. പക്ഷേ ഈ കുഞ്ഞിക്കിളി കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. കുഞ്ഞിക്കിളി ഈ ഇൻസ്ട്രക്ഷൻസിനൊക്കെ, ഈ നിർദ്ദേശങ്ങളെ തള്ളി. ലമ്മ അറാദത് ഹർഷതാറ വതാറ ഫിൽ ഫളായി ഹത്ത ഇർതഫഅ ഫഖാലഹു ജനാഹു വഖറത. അങ്ങനെ തന്റെ ചിറകിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ആ കുഞ്ഞിക്കിളി വളരെ ഉയരത്തിൽ പറന്നു. ഫൻകസറത് ഫിൽ ഹാലി റുക്ബതാഹു. അങ്ങനെ കുഞ്ഞിക്കിളി തന്റെ ചിറകിന് കാറ്റിന്റെ ശക്തിയെ നിയന്ത്രിക്കാൻ പറ്റാതെ ആ ഉയരത്തിൽ നിന്ന് കുഞ്ഞിക്കിളി താഴേക്ക് വീണുവെന്നാണ്. ഫൻകസറത് ഫിൽ ഹാൽ. അങ്ങനെ അതിന്റെ കയ്യെല്ലുകളൊക്കെ പൊട്ടിപ്പോയി. വലം യനൽ മിൻ ഉലാ മനാഹു വലൗ തഅന്ന നാലമാ തമന്ന വആശ തൗല ഉംരിഹി മുഹന്ന. ഇത് പറഞ്ഞിട്ട് അഹ്മദ് ഷൗക്കി പറയാൻ, വലൗ തഅന്ന, ആ കുഞ്ഞിക്കിളി അല്പം സാവകാശം കാണിച്ചിരുന്നെങ്കിൽ, കുറച്ച് പേഷ്യൻസ്, കുറച്ച് ക്ഷമ ഈ കുഞ്ഞിക്കിളി കാണിച്ചിരുന്നുവെങ്കിൽ നാലമാത്തമന്ന, ആഗ്രഹിച്ചത് ആ കുഞ്ഞിന് നേടാമായിരുന്നു എന്നാണ്. ലികുല്ലി ഷൈഇൻ ഫിൽ ഹയാതി വഖ്തു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. എല്ലാ കാര്യവും സംഭവിക്കുക അതിൻ്റെ സമയത്താണ്. വഗായത്തുൽ മുസ്തഅജിലീന ഫൗതു. ധൃതി കാണിക്കുന്ന ആളുകളുടെ അവസാനം അത് വലിയ പരാജയമായിരിക്കും എന്നാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്നും എങ്ങനെ സംഭവിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നാം പടിപടിയായി സമയമെടുത്ത് കാത്തിരുന്ന് ശ്രദ്ധാപൂർവം സഞ്ചരിച്ച് അതിലേക്ക് എത്തുക എന്നതാണ്. അതല്ലാതെ ഈ കുഞ്ഞിക്കിളിയെ പോലെ എനിക്കെല്ലാം പെട്ടെന്ന് തന്നെ നേടണം, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് എത്രയും പെട്ടെന്ന് സഫലീകരിക്കണം, എനിക്ക് കാത്തിരിക്കാൻ വയ്യ, എനിക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം വരെ അല്ലെങ്കിൽ ഞാൻ അതിനെ പാകപ്പെടുന്നവരെ കാത്തിരിക്കാൻ വയ്യ എന്നാണ്. നമ്മളെല്ലാവരും അധികം ആളുകളും അഹ്മദ് ഷൗക്കിയുടെ ഈ കവിതയിലെ കുഞ്ഞിക്കിളിയെ പോലെയാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ടല്ല പറയുന്നത്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് അവൻ ധൃതിയുള്ള സ്വഭാവക്കാരനായിട്ട് എന്നാണ്. മനുഷ്യന് എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ കൈക്കലാക്കണം എന്ന ധൃതി മനുഷ്യനുണ്ട്. ഇത് മനുഷ്യനെ വലിയ നാശത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നാണ്. അള്ളാഹു ഈ ഭൂമിയെ, ഇഹലോകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം ആജില എന്നാണ്. അവർ ആജിലത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ ഇഷ്ടപ്പെടുന്നു. അവർ ആ ഭാരമേറിയ നാളിനെ, പരലോകത്തെ അവർ അവഗണിക്കുന്നു, അതിനെ വിട്ടുകളയുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇഹലോകത്തെ ആജില അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഇഹലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺമുന്നിലുണ്ട്, ഇതിപ്പോ ഉള്ളതാണ് അല്ലേ? ഇപ്പൊ ഇത് പിന്നെ ക്ഷണികമായ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ജീവിച്ചോളൂ. പരലോകമൊക്കെ പിന്നെ വരാനുള്ള കാര്യമാണ്. അതൊക്കെ എപ്പോഴോ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട്
ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് മനുഷ്യർ യുഹിബ്ബൂനൽ ആജില, ഇഹലോകത്തെ അതിയായി ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഖാല അബൂ ഇസ്ഹാഖ് അൽ ഖൈർവാനി, അദ്ദേഹം പറയാണ്, ഖാല ബഅ്ദുൽ ഹുക്കമാ, ചില ഫിലോസഫേഴ്സ്, ചില തത്വചിന്തകർ പറയുമത്രേ, ഇയ്യാക വൽ ആജില, നിങ്ങൾ ധൃതിയെ സൂക്ഷിക്കണം. ഫഇന്നൽ അറബ കാനത് തുകന്നീഹ ഉമ്മൻ നദാമ, അറബികൾ പറയാറുണ്ടായിരുന്നു ധൃതി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കും എന്നാണ്. നിങ്ങൾ ധൃതിപ്പെട്ടൊരു കാര്യം ചെയ്താൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവാൻ കാരണമാകും. അതിൻ്റെ മാതാവാണ് എല്ലാ സങ്കടങ്ങളുടെയും എല്ലാ കുറ്റബോധങ്ങളുടെയും മാതാവാണ് ധൃതി. لأن صاحبها يقول قبل أن يعلم, ധൃതിയുള്ളവൻ ഒരു കാര്യം അറിയാതെ സംസാരിക്കും. ഒന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷേ ആധികാരികമായി സംസാരിക്കും. അതിനെപ്പറ്റി പഠിക്കാതെ സംസാരിക്കും. നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റും. ഒരു വിഷയത്തെപ്പറ്റി വലിയ ധാരണയില്ലാതെ തന്നെ അതിനെപ്പറ്റി വാചാലനാവും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളുടെ മുഖമൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. രണ്ടാള് സംസാരിക്കാൻ, അപ്പോ ഒരാൾ പറയുന്ന കാര്യം കേൾക്കാൻ ശ്രമിക്കാതെ, പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ യുജീബ്, ഉത്തരം പറയും. നമ്മൾ ഈ തോക്കിക്കേറി വെടിവെക്കാന്ന് പറയില്ലേ, സാധാരണ ഒരു സംഭാഷണത്തിന്റെ മാന്യത എന്താണ്? ഒരാളുടെ കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആൾ എന്താണോ പറയുന്നത് എന്ന് മനസ്സിലാക്കലാണ്. പറയുന്ന കാര്യം അത് മനസ്സിലാക്കലാണ്. ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ടു റെസ്പോൺസ് എന്നാണ്. നിങ്ങൾ ലിസൺ ചെയ്യേണ്ടത്, നിങ്ങൾ കേൾക്കേണ്ടത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനു വേണ്ടിയാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയ ശേഷം വേണം നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ എന്നാണ്. ഇതൊക്കെ ധൃതിയുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. അവർ തീരുമാനമെടുക്കും, വലിയ വലിയ തീരുമാനമെടുക്കും. ചിന്തിക്കുന്നതിന് മുമ്പ്. ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളിലൊക്കെ ഹേതു ഇതാണ്. അധികം ചിന്തിക്കൂല, പെട്ടെന്ന് ആ വൈകാരികമായ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു, ആ പറച്ചിൽ, നിങ്ങളുടെ വർത്തമാനം അത് ബന്ധങ്ങൾ മുറിയാൻ തന്നെ കാരണമാകുമെന്നാണ്. നിങ്ങൾ ആരും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും, പക്ഷെ ആ പറച്ചിൻ്റെ ആഘാതം കുടുംബ ബന്ധം തന്നെ തകരാൻ കാരണമാകുമെന്നാണ്. അപ്പോ നമ്മൾ സംസാരിക്കും, പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. അധികം ചിന്തിക്കാതെ ഒരു കാര്യവും നിങ്ങൾ പറയരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാമിനെ അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയോട് അള്ളാഹു പറയാൻ, വലാ തകുൻ കസാഹിബിൽ ഹൂത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂത്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഹുക്മ് ഇതെപ്പോഴാ പറയുന്നത്? മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ വലിയ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പ്രവാചകൻ അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ ഹുക്മ്, അള്ളാഹുവിന്റെ വിധി അത് വന്നെത്തും വരെ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പൊ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പൊ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ മാറും. അള്ളാഹുവിന്റെ തീരുമാനം വന്നെത്തും, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. വലാ തകുൻ കസാഹിബിൽ ഹൂത്. ആരാ സാഹിബുൽ ഹൂത്? യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിനെ പോലെ നീ ആകരുത് മുഹമ്മദ് എന്നല്ലാഹു പറയാൻ. എന്താ യൂനുസ് നബി ചെയ്തത്? യൂനുസ് നബി ചെയ്തത് പ്രബോധനത്തിന്റെ കാലയളവ് പൂർത്തിയാകാതെ യൂനുസ് അലൈഹിസ്സലാം ആ ദൗത്യം ഉപേക്ഷിച്ചു എന്നാണ്. സുന്നത്തുള്ള എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അള്ളാഹു എല്ലാ സമൂഹത്തിനും മാറ്റത്തിന്, പരിവർത്തനത്തിന് ഒരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം വരെ പ്രബോധനം ചെയ്യാമെന്ന് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വമാണ്, അവർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ യൂനുസ് അലൈഹിസ്സലാം ഈ കാലയളവ് മുമ്പ് തന്നെ മനംനൊന്ത് വിഷമിച്ച് ആളുകളൊന്നും നന്നാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. അവിടെ നാട് വിട്ടു. അള്ളാഹു പിന്നെ പുറത്തു കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അള്ളാഹു മുഹമ്മദ് നബിയോട് പറയാൻ, യൂനുസ് അലൈഹിസ്സലാമിനെ പോലെ
താങ്കൾ ആവരുത് എന്നാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നവരെ നിങ്ങൾ പേഷ്യൻസോടുകൂടി കാത്തിരിക്കണം എന്നാണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോ നമുക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ ഈ ധൃതി എന്ന് പറയുന്ന അജിലത്ത് കാരണമാകും എന്നാണ്. ചിലപ്പോൾ നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ നല്ലതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നല്ല ആഗ്രഹമാണ്, ഖുർആൻ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഡെയിലി എനിക്ക് ഇത്ര പേജ് ഖുർആൻ ഓതണം ഒരാൾ തീരുമാനിക്കാൻ. പക്ഷേ അതോടൊപ്പം നമ്മൾ തീരുമാനിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിയണം, ഡെയിലി എനിക്ക് ഒരു ജ്യൂസ് പഠിക്കണം, അല്ലെങ്കിൽ ഡെയിലി പിന്നെ ഒരു 10 പേജിന്റെ അർത്ഥം പഠിക്കണം. ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നടക്കുമോ? ഇത് ശീലമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഒരു ഹാബിറ്റ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങാൻ? ഗ്രാജുവലി മെല്ലെ മെല്ലെ. ഒരു ദിവസം 1 പേജ് ഓതുക, അല്ലെങ്കിൽ ഒരു ദിവസം 2 അർത്ഥം പഠിക്കുക. ഇത് തുടർച്ചയായി ചെയ്യുമ്പോഴാണ്, ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റായിട്ട് മാറുക. അപ്പൊ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകന് പെട്ടെന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രവാചകൻ നാവൊക്കെ പെട്ടെന്ന് ചലിപ്പിക്കാൻ തുടങ്ങി, എപ്രാളപ്പെട്ടു. അപ്പൊ അള്ളാഹു പറയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നീ ധൃതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ മെല്ലെ ഖുർആൻ പഠിച്ചാൽ മതി എന്ന് അള്ളാഹു നബിയോട് പറയാൻ. ഇത് നമുക്കും ബാധകമാണ്. ഖുർആൻ പഠനം മാത്രമല്ല, നമ്മുടെ ലൈഫ് മൊത്തം മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇനി കുറച്ചൊക്കെ വായിക്കണം, അല്ലെ, കുറച്ചൊക്കെ പഠിക്കണം, കുറച്ചൊക്കെ ഒരു നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ ഒരാഴ്ച ചെയ്തിട്ടും റിസൾട്ട് ഉണ്ടാവുന്നില്ല, ഒരാഴ്ച വായിച്ചിട്ടും റിസൾട്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? അത് നിർത്തിക്കളെ എന്ന് തീരുമാനിക്കാൻ. നല്ല ഉദാഹരണം, ഈ ചില ആളുകൾ ജിമ്മിന് പോകാൻ തുടങ്ങും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ്. ഇപ്പൊ ഈ ജിമ്മിന് പോകുമ്പോൾ ഒരാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകും, 1 മാസമൊക്കെ പോകും. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ടും ബോഡിയിൽ വലിയ മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഇത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയം എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം എന്ന് തന്നെയാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ പിന്നെ നമ്മുടെ നമസ്കാരം തന്നെ ചിലപ്പോൾ ബാത്തിലായി പോകും, ആരാധനാ കർമ്മങ്ങൾ തന്നെ സ്വീകരിക്കപ്പെടാതെ പോകും. എപ്പോൾ ധൃതിയുണ്ടെങ്കിൽ. പ്രവാചകൻ പറയാണ്, റജഅനാ മഅ റസൂലില്ലാഹി മിൻ മക്ക ഇലൽ മദീന. ഇപ്പോൾ സ്വഹാബാകൾ റിപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന സന്ദർഭം. ഹത്താ ഇദാ കുന്നാ ബിബഅ്ലി ത്വരീഖി തഅജ്ജല ഖൗമുൻ ഇൻദൽ അസ്ർ. അപ്പോൾ അസ്ർ നമസ്കരിക്കാൻ ടൈമായി, ആളുകളൊക്കെ പിന്നെ ധൃതിപ്പെട്ടു, അസ്ർ നമസ്കരിക്കണമല്ലോ. ഫതവല്ലഉ വഹും ഉജ്ജാലുൻ. അങ്ങനെ ആ ധൃതിയോടുകൂടി അവർ വുളൂ ചെയ്തു. قال فانتهينا إليهم وأعقابهم تلوه لم يمسها الماء. വുളൂ നിസ്കരിക്കാൻ വന്നു, പക്ഷേ അവരുടെ മടമ്പിന്റെ ചില ഭാഗത്ത് വെള്ളം സ്പർശിച്ചിട്ടില്ല. അതവിടെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മടമ്പ് പൂർണ്ണമായിട്ട് കഴുകാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം വുളൂ ധൃതിയിൽ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ. ആ മടമ്പുകൾ നരകത്തിലാണ് എന്നാണ്. അസ്ബിഉ അൽ വുളൂ. നിങ്ങൾ വുളൂ വീണ്ടും ചെയ്യൂ എന്നാണ്. ഇപ്പൊ നമ്മള് പിന്നെ പ്രത്യേകിച്ച് ജുമാക്കൊക്കെ വരുമ്പോ ലേറ്റ് ആയിട്ട് ഇറങ്ങും. പക്ഷെ ഇവിടെ ഇമാമ കൈ കെട്ടിണ്ടാവും. ആ ടൈമിൽ വുളൂ എടുക്കും വേണം, പിന്നെ ഇവിടെ നിസ്കരിക്കും വേണം. അപ്പൊ വുളൂ ഭയങ്കര ഫാസ്റ്റ് ആക്കും. വുളൂ ഫാസ്റ്റ് ആകുമ്പോ ചിലപ്പോ എല്ലാ അവയവങ്ങളും ശരിക്കും കഴുകാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ വുളൂ ശരിയാവൂല. വുളൂ ശരിയായില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിസ്കാരം ശരിയാവില്ല. കാരണം എന്താണ്? നിസ്കാരത്തിന്റെ കണ്ടീഷനാണ്, ഷർത്താണ് വുളൂ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കാണാൻ പറ്റും. ബൈനമാ നഹ്നു നസല്ലി മഅൻ നബി. പിന്നെ സ്വഹാബാക്കൾ നബിയോടൊപ്പം പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ. ഇസ്സമിഅ ജലബത്തുർ റിജാൽ. അപ്പോ അവർക്ക് ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുകയാണ്, പുറകുന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഫലമ്മ സല്ല മാ ശഅ്നുകും.
ഖാലൂ ഇസ്തഅജൽനാ ഇലസ്സലാ. അപ്പൊ നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ ചോദിച്ചു, നിങ്ങളെന്താ അവിടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയേ, എന്താ ശബ്ദം കേട്ട്? അപ്പൊ ഈ പുറകിലുള്ള നിസ്കാരത്തിന് ശേഷം പറഞ്ഞു, ഇസ്തഅജൽനാ ഇലസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ ധൃതി കാണിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്, അവർ ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ ഈ ജമാഅത്ത് കിട്ടണമല്ലോ, അതിനുവേണ്ടി ഭയങ്കര സ്പീഡാക്കി അവിടുന്ന് ഇങ്ങനെ വന്നു. അപ്പോ അതാണ് ശബ്ദമുണ്ടാവാൻ കാരണമായിരുന്നു പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുമുസ് സ്വലാത ഫഅലൈകും ബിസ്സകീന, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ സകീനത്തോടു കൂടി ആയിരിക്കണം വരേണ്ടത്, നിങ്ങൾ ശാന്തമായിട്ടായിരിക്കണം വരേണ്ടത്, ഓടി ധൃതിപ്പെട്ട് അല്ല വരേണ്ടത്. അല്ലേ, നമുക്കിത് ശരിക്കും എപ്പോഴും കാണാൻ പറ്റും. ഇവിടെ ഇമാമ റുക്കൂലെത്തിയാൽ ആ റക്കാതിട്ടാണ് ഒറ്റ ഓട്ട വിടുന്നത്, ഭയങ്കര സൗണ്ടാവും, ആളുകൾക്കൊക്കെ പിന്നെ ആ ഫോക്കസ് പോവും, ഖുശൂ പോവും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിസ്കാരം വരുമ്പോൾ വഖാറോടുകൂടി സകീനത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഫലമ്മ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് നിങ്ങൾ അത് നിസ്കരിക്കൂ. വമാ ഫാതകും ഫഅതിമു, ഇനി റക്അത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅതിമു, നിങ്ങൾ അത് ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ധൃതിപ്പെട്ട് സകീനത്തില്ലാതെ നമസ്കരിക്കാൻ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. മറ്റുദാഹരണം ദുആഇന്റേതാണ്, പ്രാർത്ഥന. പ്രവാചകൻ പറയുന്നു, ലാ യസാൽ യസ്തജാബു അബ്ദി മാ ലം യദഅ ബിസ്മിൻ ഔ ഖത്അത റഹീം മാ ലം യസ്തഅജിൽ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കും. 3 കാരണങ്ങൾ അതിലില്ലെങ്കിൽ. അതിലൊന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇസ്മിന് വേണ്ടിയല്ല, തിന്മയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തത്, ഔ ഖത്അത റഹീം, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. മാലം യസ്തഅജിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുന്നില്ല. അപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, നമ്മളെപ്പോലെ തന്നെ, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, എന്താണ് ഇസ്തിഅജാൽ? പ്രവാചകൻ പറഞ്ഞു, ഖാല യഖൂൽ ഖദ് ദഅഉതു വഖദ് ദഅഉതു ഫലം യസ്തജീബ് ലി ഫയസ്തഹ്സിർ ഇൻദ ദാലിക വയദഉ ദുആ. പ്രവാചകൻ പറയാൻ, ഒരാള് പറയുന്നു, ദഅഉതു ഖദ് ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അങ്ങനെ ഇവൻ പ്രാർത്ഥന നിർത്തി നിരാശനായി എന്നാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നാൻ, ഞാൻ കുറെ കാലമല്ല തുടങ്ങിയിട്ട്, പിന്നെ പഠിച്ചോന്താ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്ന ചിന്ത വന്നാൽ, അങ്ങനെ ചിന്ത വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോലും താല്പര്യമില്ല, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, പഠിച്ചോൻ എന്നെ പിന്നെ സ്വീകരിക്കേണ്ടല്ലേ, ഇപ്പൊ എത്ര വർഷങ്ങളായിട്ട് സെയിം കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് ആ പ്രാർത്ഥന നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകന്റെ കൽപ്പന. നിങ്ങൾ ആലോചിച്ചു ഇതിന്റെ ഗൗരവം. നിസ്കാരം പോവും, പ്രാർത്ഥന തന്നെ ധൃതിയുണ്ടെങ്കിൽ സ്വീകാര്യമാവില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് തിരുദൂതർ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ദാഇ എന്ന നിലക്ക് പ്രബോധകരാണല്ലോ. പ്രബോധക എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രബോധനം ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് അവിടെയും കടന്നു വരും. ഒരുപാട് നാളായില്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നു പ്രസ്ഥാന മാർഗത്തിൽ, പക്ഷെ ആൾക്കാരെ കിട്ടുന്നില്ലല്ലോ, ആൾക്കാർക്കൊന്നും നമ്മൾ പറയുന്ന മനസ്സിലാവുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ഉദ്യമം നിർത്താൻ പാടില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 23 വർഷം എടുത്തുകൊണ്ടാണ് ഖുർആൻ പൂർണ്ണമായിട്ട് ഇറങ്ങുന്നത്. അള്ളാഹു വേണമെങ്കിൽ ഉച്ചടിക്ക് ഇറക്കാമല്ലോ ഖുർആനെ. എന്തിനാണ് 23 വർഷം, 23 ഇയേഴ്സ് എന്തിനു വേണ്ടിയായിരുന്നു? അത് ആ സമൂഹത്തെ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ്. ഒറ്റടിക്ക് തന്നെ എല്ലാ തീരുമാനവും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല, ഒറ്റയടിക്ക് തന്നെ മാറ്റം ഉണ്ടാവുക എന്നതല്ല, അത് ക്രമേണ ഘട്ടം ഘട്ടമായിട്ടുണ്ടാവേണ്ടതാണ് എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് മദ്യം നിഷിദ്ധാക്കുന്നത് ഹിജ്റ 8-ാം വർഷമാണ്. അപ്പൊ ഇസ്ലാം വന്നിട്ടും പ്രവാചകന് വഹി ലഭിച്ചിട്ട് 21 വർഷം അവർക്കിടയിൽ മദ്യം അനുവദനീയായിരുന്നു.
മദ്യം ഒറ്റയടിക്കാൻ ജിബ്രീൽ വന്ന് വഹി കിട്ടി, പ്രവാചകത്വം സ്ഥാപിക്കപ്പെട്ടു. ആദ്യം തന്നെ മദ്യം നിഷിദ്ധാക്കുകയല്ല. ആ സാമൂഹിക ക്രമത്തിൽ മദ്യം എന്നത് സാമ്പത്തികമായിട്ടൊക്കെ വലിയ കണക്ഷനായ കാര്യമാണ്. അപ്പോ ഇത് പെട്ടെന്ന് നിർത്തലാക്കാൻ പറ്റൂല, ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കാൻ. അതുകൊണ്ട് സമയമെടുത്തുകൊണ്ടാണ്. അതുപോലെ ഹിജ്റ 9-ാം വർഷമാണ്, 1 വർഷത്തിന് ശേഷമാണ് പലിശ ഹറാമാക്കുന്നത്. 22 വർഷം ആ സമൂഹത്തിൽ പ്രവാചകൻ ജീവിക്കെ പലിശ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സമൂഹത്തിന്റെ പൾസ് അറിയണം, ഓരോ വ്യക്തികളുടെയും മനോനില അറിയണം. ഓരോ ആൾക്കോട് സംസാരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കി വേണം, അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞു വേണം അവരോട് ഒരു കാര്യം ഉപദേശിക്കാൻ. എല്ലാവരോടും ഒരേ ഉപദേശമല്ല, എല്ലാവരോടും ഒരേ ശൈലിയല്ല, എല്ലാ സമൂഹത്തോടും ഒരേ ശൈലിയല്ല. ആ ബാക്ക്ഗ്രൗണ്ടിനെ, ആ കോണ്ടെക്സ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങളുടെ ദഅവാ പ്രവർത്തനം നടക്കാൻ എന്നാണ് പരിശുദ്ധ ഇസ്ലാം താല്പര്യപ്പെടുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മകനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്ന കാര്യം, ആ മകൻ ചോദിക്കാൻ, താങ്കൾ എന്തിനാണ് തീരുമാനം പറയാൻ, പ്രഖ്യാപിക്കാൻ സമയമെടുക്കുന്നത്? ധൃതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മോനെ. അള്ളാഹു മദ്യം അത് 2 പ്രാവശ്യം ഖുർആനിൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. മൂന്നാമത്തെ വട്ടമാണ് അതിനെ അള്ളാഹു ഹറാമാക്കുന്നത്, അള്ളാഹു അത് നിഷിദ്ധമാക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് നേട്ടങ്ങൾ കൊയ്യണം എന്ന താല്പര്യം ഉണ്ടാവും. അതിനുവേണ്ടി ഇപ്പോ നെറ്റ് പോലെയുള്ള എക്സാം, നീറ്റ്, JEE എക്സാം, ഈ എക്സാം ഒക്കെ എന്തിനാണ്? PSC എക്സാം. ഇതൊക്കെ ലൈഫിൽ വലിയ നിലയിലെത്താൻ വേണ്ടിയാണ്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജി പാസ്സാവണം, നീറ്റ് പാസ്സാവണം, ക്ലീ പാസ്സാവണം. അപ്പൊ ചില ആളുകളൊക്കെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു PSCക്ക്, പക്ഷെ അതിൽ കിട്ടിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും എഴുതുക, നമ്മുടെ സമയം വരുന്നത് വരെ, അള്ളാഹുവിന്റെ തീരുമാനം എത്തുന്നത് വരെ അത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കലാണ്. അപ്പോ ഇത് ചെയ്യാതെ 10 പ്രാവശ്യം മാർക്ക് കുറയുമ്പോൾ, 10 പ്രാവശ്യം ഫെയിലാവുമ്പോൾ നമ്മുടെ ഉദ്യമം നമ്മൾ നിർത്തുന്നുണ്ട് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാനുള്ള ഈമാൻ ഇല്ല എന്നാണ്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു എനിക്ക് ഒരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ആ സമയം വരുന്നവരെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അമാന്തത കാണിക്കലല്ല, മടി കാണിച്ചുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കലല്ല ഞാൻ ചെയ്യേണ്ടത്. ഇതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മിനിയാന്ന് സെപ്റ്റംബർ 22-ാം തീയതി ഉസ്മാനെ ഡെംബലേക്ക് ബാലൺ ഡി ഓർ കിട്ടി. നിങ്ങൾക്കറിയാം, ഡെംബലെ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് താരമാണ്. ഇപ്പോൾ ഡെംബലിന്റെ ടീനേജ് പ്രായത്തിൽ ഫ്രാൻസിലെ റെന്നസ് എന്ന് പറയുന്ന ക്ലബിൽ കളിച്ചു വളർന്നു. ചെറിയ പ്രായത്തിൽ നല്ല ടാലന്റഡ് ആയ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് ഡെംബലെ ചേക്കേറി, അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നീട് 2017 ഡെംബലെ ബാഴ്സലോണയിലേക്ക് പോവാണ്. അപ്പൊ അവിടുന്ന് മൊത്തം ഇഞ്ചുറീസാണ്. പഴയ പോലെ ഫോമില്ല, പഴയ പോലെ കളിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഡെംബലയുടെ സീസണായിരുന്നു ആ സീസൺ. അപ്പൊ എല്ലാവരും ഡെംബുലൻസ്, മൊത്തം ഇഞ്ചുറി ആണല്ലോ. അപ്പൊ ഡെംബലക്ക് അങ്ങനെ ഒരുപാട് ആക്ഷേപവാക്കുകളൊക്കെ ഏൽക്കേണ്ടി വന്നു. പിന്നീട് ഈ ഡെംബലിന്റെ ലൈഫിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നത് PSG ടീമിലേക്ക്, പാരീസ് സെയിന്റ് ജർമ്മൻ, അതിലേക്ക് ഡെംബലെ കൂറുമാറിയപ്പോഴാണ്. അത് എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാകുന്നത്? അത് ടൈംസ് ഓഫ് ഇന്ത്യ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ടർ ലൂയിസ് എൻറിക് എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിൽ ഡെംബലേസ് പൊസിഷനിങ്, മൈൻഡ് സെറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ച് ചെയ്തു.
ഇപ്പൊ ഡംബലേക്ക് നല്ല പരിഗണന കിട്ടാൻ തുടങ്ങി. കോച്ച് ഡംബലെ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി, നല്ല അവസരം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ ലൈഫിലേക്ക് വന്നപ്പോഴാണ്, പുതിയൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് പുതിയൊരാള് ഇവിടെ രക്ഷകനായി വന്നത് ലൂയിസ് എൻറിക് എന്ന് പറയുന്ന കോച്ചാണ്. അപ്പൊ അതിനുശേഷം ഡംബലയുടെ ലൈഫ് മൊത്തം മാറാണ്. ആ സീസണിൽ പിന്നെ PSG വേണ്ടി ചാമ്പ്യൻസ് ട്രോഫി അടക്കം ഒരുപാട് ട്രോഫികൾ നേടിക്കൊടുക്കാൻ, ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോർ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറുകയാണ്. അപ്പോ ഇത് വലിയ ഉദാഹരണമാണ്. ഡംബലക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പരീക്ഷണങ്ങളെ കടന്നു പോകേണ്ടി വന്നു, ഒരുപാട് ആക്ഷേപങ്ങളെ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ ഒരു ടൈമിൽ ഡംബലിന്റെ ടൈം എത്തി. ഡംബലെ മടുക്കാതെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ PSG എത്തി. ഡംബലക്ക് പറ്റിയ അറ്റ്മോസ്ഫിയർ കിട്ടി, നല്ലൊരു കോച്ചിനെ കിട്ടി. ലൂയിസ് എൻറിക് മാലാഖയെ പോലെ ഡംബൽ ലൈഫിലേക്ക് കടന്നു വന്നു. പിന്നീട് ബാലൻഡിയറിലേക്ക് ഡംബലെ കുതിച്ചു കയറാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ലൈഫിൽ ഒരു ടൈം വരാനുണ്ട്. ടൈം മാത്രമല്ല, നമുക്ക് പറ്റിയ ആളുകൾ, ചിലപ്പോൾ അത് ഭാര്യയായിരിക്കും. ലൂയിസ് എൻറിക്കിനെ പോലെ നമുക്ക് ലൈഫിൽ ചേഞ്ച് നൽകുന്ന, മോട്ടിവേഷൻ നൽകുമ്പോഴേ പിന്നെ ഭാര്യയായിട്ട് വരാം. ചിലപ്പോ നമ്മുടെ അത് മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോ എന്ത് തന്നെയായാലും എല്ലാവർക്കും അള്ളാഹു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നിങ്ങൾ മടുക്കാതെ, നിങ്ങൾ ഗിവപ്പ് ചെയ്യാതെ, നിങ്ങൾ തളരാതെ, വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടേയിരിക്കാനാണ്. ജെയിംസ് ക്ലിയർ ഒരു പുസ്തകമുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ 1% എവറി ഡേ, എല്ലാ ദിവസവും 1% നിങ്ങൾ ഇമ്പ്രൂവ് ആവണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു 2 പേജ് വായിക്കാൻ തീരുമാനിച്ചു, ഒരാഴ്ച 2 പേജ് വായിച്ചു, അടുത്ത ആഴ്ച അത് 3 ആക്കാം, 4 ആക്കാം. ഖുർആൻ അതേപോലെ തന്നെ 1 പേജ് ഡെയിലി ഖുർആൻ ഓതും എന്ന് തീരുമാനിക്കണം. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ആ 1 പേജ് 2 പേജ് ആക്കി മാറ്റാം, പിന്നെ അത് ഒരു 10, 12, 15 പേജ് ആക്കി മാറ്റാം. ഇങ്ങനെ മെല്ലെ മെല്ലെയുള്ള ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന് പല ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ജെയിംസ് ക്ലിയർ സ്ഥാപിക്കുന്നുണ്ട്. യഹിയ സിൻവാർ, ഷഹീദ് യഹിയ സിൻവാർ, ഹമാസിന്റെ നേതാവായിരുന്ന റഹിമഹുമുള്ള, അദ്ദേഹത്തെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്യാൻ 4 ജീവപര്യന്തം പ്ലസ് 30 വർഷം തടവ്. എന്ന് പറഞ്ഞാൽ ലൈഫിൽ താൻ ജീവിക്കുന്ന കാലത്ത് ഒരിക്കലും പുറത്തു വരാൻ പറ്റൂല, ജയിൽ തന്നെ മരിക്കേണ്ടി വരും എന്ന് യഹിയ സിൻവാറിന് ബോധ്യപ്പെട്ട നിമിഷം, സന്ദർഭം. ഇപ്പൊ യഹിയ സിൻവാർ എന്താ ചെയ്തത്? എന്റെ ലൈഫൊക്കെ ഇവിടെ എൻഡായി, ഇവിടെ കഴിഞ്ഞു എന്നാണോ? ലോജിക്കലി നോക്കിയാൽ പുറത്തു വരാൻ ചാൻസും ഇല്ല. അപ്പൊ യഹിയ സിൻവാർ പുറത്തു വരില്ല എന്ന് ബുദ്ധിപരമായ ഉറപ്പുണ്ടായിട്ടും അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ വിശ്വാസം അർപ്പിച്ചു. യഹിയ സിൻവാർ അവിടുത്തെ ഹിബ്രി ഭാഷ പഠിക്കാൻ തീരുമാനിക്കാൻ. എന്തിനാ പഠിക്കുന്നത്? പുറത്തിറങ്ങോ? പക്ഷെ യഹിയ സിൻവാറിന് ഉറപ്പുണ്ട്, ഞാൻ പുറത്തിറങ്ങും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അങ്ങനെ ശത്രുക്കളുടെ സ്ട്രാറ്റജി അറിയാൻ യഹിയ സിൻവാർ ജയിലിൽ വെച്ച് ഹിബ്രി ഭാഷ പഠിക്കുന്നു. മാത്രല്ല, ജയിലിൽ വെച്ച് അദ്ദേഹം പുസ്തകം എഴുതാൻ മുൾച്ചെടിയും കരയാൻ പോവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പുസ്തകം. അതുമാത്രല്ല, ഒരുപാട് നോവലുകൾ, ആത്മകഥ ജയിലിൽ വെച്ച് എഴുതാൻ. ഇതാണ് നിശ്ചയദാർഢ്യം. നമ്മള് ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്കെതിരാണെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ആ സഹായം എന്റെ ലൈഫിലേക്ക് വരും, എന്റെ ലൈഫ് മൊത്തം മാറി മറിയും, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, ഈ പ്രതിസന്ധികളൊക്കെ നീങ്ങിപ്പോവും എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ്. അതിൽ നമുക്ക് യഹിയ സിൻവാർ മാതൃകയാണ്, ഉസ്മാൻ ഡംബലയും മാതൃകയാണ് എന്നാണ്. ഇതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ അഹ്മദ് ഷൗക്കിയുടെ കവിതയിലെ കുഞ്ഞിക്കിളിയെ പോലെ ആകരുത്. എല്ലാം പെട്ടെന്ന് റെഡിയാവണം എന്ന ചിന്ത നിങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആ ചിന്ത നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും എന്നാണ്.
അല്ലാഹുവിന്റെ തീരുമാനത്തിൽ വിശ്വാസമർപ്പിച്ച് അല്ലാഹുവിന്റെ തീരുമാനം വരുന്നവരെ കാത്തു നിൽക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ ഉൾപ്പെടുത്തി റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.